മാനവികതയെ ഉണർത്തുന്നു എന്ന പ്രമേയത്തിൽ ഏപ്രിൽ 12-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച കേരള യാത്രയ്ക്കാണ് തലസ്ഥാന നഗരിയിൽ സമാപനം കുറിച്ചത്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന സമാപന സമ്മേളനത്തിൽ 10,000-കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. വെള്ളവസ്ത്രങ്ങൾ ധരിച്ചെത്തിയ ജനസഞ്ചയത്തെ കൊണ്ട് സ്റ്റേഡിയവും പരിസരവും പാൽക്കടലായി മാറി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിക്ക് പുറമെ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, മതമേഖലയിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യാത്രയുടെ സന്ദേശം അവതരിപ്പിച്ച് സംസാരിച്ചു. ഒരിക്കലും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കൽ തങ്ങളുടെ ലക്ഷ്യമല്ലെന്ന് കാന്തപുരം പറഞ്ഞു. മതസംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളായി മാറുന്നതിനോട് ആശയപരമായി തങ്ങൾ എതിരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങൾക്ക് രാഷ്ട്രീയമായ ഒരു വീക്ഷണം ഇല്ലാത്തവരാണ് എന്നാരും തെറ്റിദ്ധരിക്കണ്ട. രാഷ്ട്രീയമായ ചിന്താഗതി എങ്ങനെ വേണമെന്ന് ശരിയായ നിലക്ക് ഞങ്ങൾ പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് അതിനുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ട്. അതാണ് രാഷ്ട്രീയം, ഞങ്ങളുടെ രാഷ്ട്രീയം. ഇസ്ലാമിക ചരിത്രത്തിലും ലോക ചരിത്രത്തിലും ലക്ഷ്യസാക്ഷാത്കാരത്തിനു വേണ്ടി മഹാത്മാക്കൾ നടത്തിയ യാത്രകളെ പിൻപറ്റിയായിരുന്നു തന്റെ യാത്രയെന്നും ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് മദ്യനിരോധനം നടപ്പാക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും കാന്തപുരം അറിയിച്ചു. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.